സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡറെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ വിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണുപിടിയൻ്റെ കഥകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് ഇതിന് കയ്യടി കൊടുക്കണം. യൂട്യൂബ് ചാനലാണ് ഇത് പുറത്തുവിട്ടത്. യൂട്യൂബ് ചാനലിൻ്റെ വിലയും അതിൻ്റെ സത്യസന്ധതയും എന്തെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ജോർജിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത് 9 സ്ത്രീകൾ. സാഹിത്യകാരിയുണ്ട്, അങ്ങനെ പലരും ഹണി ഭാസ്കരൻ അടക്കമുള്ള സാഹിത്യകാരികളുണ്ട്, ട്രാൻസ്ജെൻഡറുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 9 പരാതികളാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് പോയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയത് ആരാണ് എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് വി.ഡി. സതീശനിലാണ്. സതീശൻ വളരെ അസ്വസ്ഥനാണ് ഇപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി തള്ളിപ്പറയേണ്ട ഗതികേട് സതീശന് ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുകയാണ് എന്നൊരു പുകമറ സൃഷ്ടിച്ച് KPCC ആവശ്യപ്പെട്ട രാജി കൊടുക്കുകയായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇതൊരു വലിയ ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തു വരുന്ന കാലയളവാണ്. ഈ കാലയളവിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റിനി ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ അവരുടെ സൂചനകളിൽ അത് അയാളാണെന്ന് വ്യക്തമായി. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കേസ് വിജയിച്ചതിൽ സോഷ്യൽ മീഡിയയ്ക്കും ആഹ്ലാദിക്കാം. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥയാണ് ദയനീയം. രാഹുലിൻ്റെ വളർച്ചയിൽ, രാഹുലിൻ്റെ താൻപോരിമയിൽ അസഹിഷ്ണുതയുള്ള ഒരുപാട് പേരുണ്ട്. പാലക്കാട്ടെ വിജയം രാഹുലിൻ്റെ തലയ്ക്ക് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്തായാലും റിനി ജോർജിന് ശേഷം ഹണി ഭാസ്കരനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നത്. പിന്നീട് മറ്റൊരു യുവതിയും രംഗത്ത് വന്നു. ഗർഭചിത്രത്തിന് അവരെ കൊണ്ടുപോയി മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രത്തിന് വിധേയമാകാൻ അവരെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അതിനുശേഷം മറ്റൊരു യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സെക്സ് ചാറ്റ് പുറത്തു വന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് പെണ്ണുപിടിയൻ്റെ അവസാന വാക്കായി മാറി. സോഷ്യൽ മീഡിയ അയാളെ കോഴിയെന്നും കാട്ടുകോഴിയെന്നും ഒക്കെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും പൊളിറ്റിക്സ് കേരള അങ്ങനെ അധിക്ഷേപിക്കുന്നില്ല. പെണ്ണുപിടിയനെന്ന് വിളിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. പെണ്ണുപിടിയനെന്ന് പറയാനും പറ്റില്ല. ട്രാൻസ്ജെൻഡേഴ്സിനോടും ഇയാൾക്ക് താല്പര്യമുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വെളിപ്പെടുത്തിയ കാര്യമാണ്. ചുരുക്കത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ പുറത്തായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികം. അയാളുടെ രാഷ്ട്രീയ ഭാവി തീർന്നു. മറ്റൊന്ന്, അയാളുടെ രാഷ്ട്രീയ ഭാവി തീർന്നതോടൊപ്പം കോൺഗ്രസിൻ്റെ ഭാവിയും തകിടം മറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് പാർട്ടി ഊർജ്ജശ്വാസം വലിക്കുകയാണ്. ആ ഊർജ്ജശ്വാസം വലിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയെങ്കിലും 2026 അധികാരത്തിൽ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് സുനിൽ കനകലു അടക്കമുള്ള ടീം. പക്ഷേ കോൺഗ്രസ് നന്നാവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പാലക്കാട് ഇലക്ഷൻ ജയിച്ചിട്ട്, ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് MLA ആയിട്ട് വലിയ കാലമായില്ല. അതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ആ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. തെളിവുകൾ ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ തെളിവുകളും ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പത്രങ്ങളുടെയും മുഖ്യധാര ചാനലുകളുടെയും പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ പറയുന്നത് ഏറ്റെടുക്കുക മാത്രമാണ് അവർക്ക് വിധി. അതാണ് അവരുടെ ദൗത്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ വിജയമാണ് കാണുന്നത്. എന്തായാലും വളരെ ഗതികേടിലായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസ് കൂടിയാണ്. കോൺഗ്രസ്സിന് സ്വന്തമായി ഒരു വ്യക്തിത്വം ഇല്ലാതായി മാറിയിരിക്കുന്നു. ഒരു വ്യക്തിത്വമില്ലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. 9 പരാതികളാണ് എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആ 9 പരാതികൾ ഹൈക്കമാൻഡിന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ്രുതഗതിയിൽ
ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് രാഹുലിനെ പുറത്താക്കാൻ. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ മാത്രം പോരാ, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇടതുപക്ഷവും BJPയും സമരം ആരംഭിക്കും, പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. അങ്ങനെ വന്നാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല എന്നാണ് സൂചന. പക്ഷേ രാജിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാൻ CPM-നും BJPക്കും കഴിയും. കാരണം അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. BJP ഇതിനകം തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. CPM ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. CPM വളരെ ജാഗ്രതയോടെയാണ്, വളരെ ഗൗരവത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കാണുന്നത്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവർക്ക് ജയിച്ചു കയറാം എന്നവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും MLA ആയിട്ട് അധിക കാലമായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം കുളമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ കുളമാക്കിയത് അയാളുടെ ഭാവിയെ മാത്രമല്ല, 2026 UDFിൻ്റെ ഭാവിയെ കൂടിയാണ്. 2026 UDFിന് സംഭവിക്കാവുന്ന അപജയം, തകർച്ച, അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിലൂടെ വ്യക്തമാകുന്നത്. UDF എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ളവർ പെണ്ണുപിടിച്ച് പെണ്ണുങ്ങളോട് അശ്ലീല വർത്തമാനം പറഞ്ഞ്, പെണ്ണുങ്ങളോട് മാത്രമല്ല ജെൻഡറിനോടും അശ്ലീല വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. ട്രാൻസ്ജെൻഡർ ഇപ്പോൾ ശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും പോലീസിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ജനമാണ്. അയാളുടെ സംഘടന അയാളെ തള്ളിക്കളഞ്ഞു. പക്ഷേ MLA സ്ഥാനത്ത് അയാൾ ഇപ്പോഴുമുണ്ട്. അത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നതോടൊപ്പം MLA സ്ഥാനവും രാജിവെക്കണമായിരുന്നു അദ്ദേഹം. പക്ഷെ അയാളത് ചെയ്തില്ല. അയാളത് ചെയ്തില്ലെങ്കിൽ ചെയ്യിക്കാൻ BJP രംഗത്തുണ്ട്. ഇടതുപക്ഷവും ഇനിയിപ്പോൾ ഇയാൾ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അങ്ങനെ ഇടതുപക്ഷവും BJPയും ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചാൽ ഇയാൾക്ക് MLA സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഗതികേട് തന്നെ വരും. എന്തായാലും വലിയൊരു നേതാവിൻ്റെ തകർച്ചയാണ് കാണുന്നത്. കോൺഗ്രസിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പലർക്കും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. PT ചാക്കോയ്ക്ക്, പണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന PT ചാക്കോയ്ക്ക് പെണ്ണ് കേസിലാണ് രാജിവെക്കേണ്ടി വന്നത്. നീലലോകദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പെണ്ണ് കേസിലാണ്. ജോസ് തെറ്റയിലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പെണ്ണ് കേസിലാണ്. എന്തിന്, നമ്മുടെ PJ ജോസഫും പെണ്ണ് കേസിൽ ഉൾപ്പെട്ടു. പക്ഷേ അവർക്കെല്ലാം രാജിവെക്കേണ്ടി വന്നത് ഒരു പരാതിയിന്മേലായിരുന്നു. ഇതിപ്പോൾ 9 പരാതികളാണ്, 9 പെണ്ണുങ്ങളുടെ പരാതികളാണ് വന്നിരിക്കുന്നത്. വളരെ ക്രൂരമായി ഒരു യുവതിയോട്, താൻ ഗർഭിണിയാക്കിയ യുവതിയോട് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രവും ശബ്ദരേഖയും നമ്മൾ കേട്ടു. എന്തൊക്കെ കേൾക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരള ആലോചിക്കുന്നത്. കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ.